ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമുക്കിന്ന് ചക്ക പുഴുങ്ങിയാലോ? പുഴുക്കിന് വേണ്ടിയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചക്കച്ചുളകളെ കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടോളൂ. ഇതിലേക്ക് 3 പൊടികൾ മാത്രം മതി. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒരിക്കലും കൂടി പോകരുത്. കറക്റ്റ് പറയുകയാണെങ്കിൽ 1 ഗ്ലാസ് വെള്ളം, അത്രയും മതി. ചക്കയ്ക്ക് വേവ് വളരെ കുറവാണ്. ഒറ്റ വിസിൽ മതി. ചക്ക വേവുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ഏറ്റവും ചെറിയ ജാറിൽ 1/2 ജാറോളം തേങ്ങ ചിരകിയതെടുക്കുക. 2-3 വെളുത്തുള്ളി. ഇനി 2 ജീരകം വേണം, ചെറിയ ജീരകവും വലിയ ജീരകവും. ജീരകം ഒക്കെ ഒരു നുള്ള് മതി കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കുക. നമ്മൾ കറിക്ക് അരയ്ക്കുന്ന പോലെ നന്നായി അങ്ങ് അരച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മാത്രം മതി. വിസിൽ വന്നു. ഇനി പ്രഷർ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചക്കച്ചുളകളൊക്കെ അങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ കരുതും ചക്ക വെന്തിട്ടില്ലെന്ന്. പക്ഷേ അതിൻ്റെ മാജിക്ക് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മൾ തയ്യാറാക്കിയ അരപ്പ് ചക്കയിലേക്ക് ഇട്ടിട്ട് 1 സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ചക്കയെല്ലാം നല്ല വെന്ത് ഉടഞ്ഞ പരുവത്തിലായിട്ടുണ്ട്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ചക്കയ്ക്ക് വേവ് വളരെ കുറവാണ്. 1 വിസിൽ തന്നെ ധാരാളം മതി. നമ്മൾ ഈ കപ്പയൊക്കെ പുഴുങ്ങിയതിന് ശേഷം നന്നായി അങ്ങ് ഉടച്ചെടുക്കില്ല, അത്ര എഫേർട്ട് ഇവിടെ വേണ്ട. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ പുഴുക്ക് റെഡിയാണ്. ജീരകത്തിൻ്റെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. പക്ഷേ കഴിക്കാനായിട്ടില്ല. ഇനി നമുക്കൊരു വറവും കൂടെ ഇടാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. കുറച്ച് വെളിച്ചെണ്ണ, ഇത്തിരി കടുക്, കുറേ കറിവേപ്പില, 1 വറ്റൽമുളക് നടുകീറിയിടുക. ഈ വറവ് നമ്മുടെ ചക്കയിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചക്ക പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അമ്മ ഉണ്ടാക്കി വെക്കുന്നത് കഴിക്കാനല്ലാതെ ഞാൻ ആദ്യമായിട്ടാണ് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കുന്നത്. അതൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും. എന്തായാലും ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ ഇത്ര ഈസിയാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അടിപൊളി ടേസ്റ്റാണ്. അത് കഴിച്ച ആൾക്കാർക്ക് അറിയാം. നമുക്ക് വേണമെങ്കിൽ മീൻകറി കൂട്ടി കഴിക്കാം. അത് നല്ലൊരു കോമ്പിനേഷനാണ്. മീൻ ഏതായാലും കുഴപ്പമില്ല, കറി മുളകിട്ട് തന്നെയായിരിക്കണം. അപ്പം ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.